കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ സമ്പൂർണ്ണ ഭവന നിർമ്മാണം ഈ വർഷം തുടക്കം കുറിക്കുമെന്നും ഇതിലൂടെ കാഞ്ഞിരപ്പള്ളിയിൽ സ്വപ്നക്കൂട് ഒരുക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അഭിപ്രായപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന 7 പഞ്ചായത്തുകളിലെ ഭവനരഹിതരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അത് നമുക്കറിയാം, പാവപ്പെട്ടവരാണ്. നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇനിയും ഉണ്ട് വീട് നമ്മുടെ നാട്ടിൽ കിട്ടുവാൻ. പക്ഷേ അതിന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ വിഒമാരും ഉദ്യോഗസ്ഥരും കൂടെ അർഹതരായ ആൾക്കാരെ കണ്ടെത്തി അതിൽ ലിസ്റ്റിൽ കിടക്കുന്നതാണ് 274 പേരെ നിങ്ങളെ കണ്ടെത്തി നിങ്ങളെ ഇന്ന് ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് അറിയാം, PMAY ആണെങ്കിലും അതുപോലെ ലൈഫിൻ്റെ വീടാണെങ്കിലും ഏതൊരു വീടും സർക്കാരിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് 4 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തണം ഒരു വീടിന് വേണ്ടി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ PMAY വീടിന് ബ്ലോക്ക് പഞ്ചായത്തിന് തന്നെയായിട്ട് വെക്കാനായിട്ട് പറ്റത്തില്ലാത്ത സാഹചര്യമാണ്. കാരണം അതിനുള്ള ഫണ്ട് സർക്കാരിൽ നിന്ന് കിട്ടത്തില്ല. അപ്പം ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംയുക്തമായിട്ടാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഫണ്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 274 പേർക്ക് വീടുകൾ നൽകുന്നു. സ്വപ്നക്കൂട് 2025 എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. എരുമേലിയിൽ 38 എണ്ണം, പാറത്തോട് 22 എണ്ണം, മുണ്ടക്കയം 34 എണ്ണം, മണിമല 32 എണ്ണം, കൂട്ടിക്കൽ 33 എണ്ണം, കോരിത്തോട് 43 എണ്ണം, കാഞ്ഞിരപ്പള്ളി 72 എണ്ണം ഉൾപ്പെടെ ആകെ 274 വീടുകളാണ് നൽകാൻ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായ 1,12,000 രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതമായ 98,000 രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായ 70,000 രൂപയും കേന്ദ്ര വിഹിതമായ 72,000 രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ 48,000 രൂപയും ഉൾപ്പെടെ 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് നൽകുന്നത്. ഇതിലൂടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പാവപ്പെട്ടവരായ 274 കുടുംബങ്ങൾക്ക് പുതിയ ഭവനം ലഭ്യമാകുന്നു. വരുന്ന ഒരു വർഷം കൊണ്ട് 274 വീടുകൾ പൂർത്തിയാവുന്നതോടെ സമ്പൂർണ്ണ ഭവനമുള്ള ബ്ലോക്കായി കാഞ്ഞിരപ്പള്ളി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 8 വർഷക്കാലമായി കാത്തിരുന്നവർക്കാണ് ഈ വീടുകൾ ലഭ്യമാകുന്നത്. വിഇഒമാരും സംസ്ഥാന തലത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥരും പരിശോധിച്ച് ഏറ്റവും അർഹതയുള്ളവരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഭവന നിർമ്മാണം. ഈ മേഖലയ്ക്കായി ബജറ്റിലൂടെ 5.5 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ജനറൽ വിഭാഗത്തിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവർക്കും പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കിയാണ് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ സിറിൽ തോമസ്, PS ശശികുമാർ, വൈസ് പ്രസിഡന്റ് റോസമ്മ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ഗോപിദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീല നസീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹൻ TJ, മെമ്പർമാരായ TS കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ജോഷി മംഗലം, PK പ്രദീപ്, രത്നമ്മ രവീന്ദ്രൻ, അനു ഷിജു, ഡാനി ജോസ്, BDO ഫൈസൽ S, ജോയിന്റ് BDO സിയാദ് TE, ക്ലർക്ക് അനന്തു മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ശില്പശാലയിൽ BDO ഫൈസൽ S, VEO പത്മകുമാർ PG എന്നിവർ ക്ലാസുകൾ നയിച്ചു.